ശിവേട്ട, യാദവേട്ടൻ വരുമോ ആശ്രമത്തിലേക്ക്? അവൻ വന്നില്ലെങ്കിൽ അവനെ നമ്മൾ കൊണ്ടുപോകും, അല്ലാതെ അവനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ നമുക്ക്? ശിവേട്ടൻ ആശ്രമത്തിനെ പറ്റി അന്വേഷിച്ചു, പക്ഷേ കൂടുതൽ അറിയാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് ഫേമസ് ഒന്നുമല്ല ആശ്രമം. ഒരു കാടിനുള്ളിലെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അവിടെ കുറേ ജീവനക്കാരുണ്ട്. അനാഥമ്മമാരും അച്ഛന്മാരുമാണ് അവിടെ കൂടുതലും ഉള്ളത്. അവരാണ് അവിടുത്തെ ജോലിക്കാരും. യാദവിനെ അങ്ങോട്ട് കൊണ്ടുപോയ അവൻ്റെ അസുഖം മാറുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. നമുക്ക് നാളെ തന്നെ പോയാലോ ശിവേട്ട? 2 ദിവസം കഴിഞ്ഞ് വരാനാണ് പറഞ്ഞിരിക്കുന്നത് സ്വാമി. ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കുകയാണ്. വരാൻ 2 ദിവസം എടുക്കും. പിന്നെ അവിടെ അധികം ആളുകൾ നിൽക്കാനും പറ്റില്ല. ഒരാൾക്ക് യാദവിൻ്റെ ഒപ്പം നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിൽക്കാം, ലീവ് കിട്ടാതിരിക്കില്ല. ശിവേട്ട, യാദവേട്ടൻ്റെ ഒപ്പം ഞാൻ നിൽക്കാം. മോളെ, ഈ അവസ്ഥയിൽ നിനക്ക് യാദവിനെ നോക്കാൻ പറ്റില്ല. അതൊന്നും എനിക്കറിയേണ്ട. എനിക്ക് യാദവേട്ടനൊപ്പം നിൽക്കണം. ഇപ്പോൾ ഒരു തീരുമാനം വേണ്ട. സ്വാമി അവിടെ ചെന്ന് എന്തു പറയുമെന്നറിയാം ആദ്യം, എന്നിട്ട് നോക്കാം ബാക്കി. സർ, ആ കുട്ടിയെ കൊണ്ടുവന്നോളൂ. കാത്തു, വാ. എങ്ങോട്ടാ? ഇന്നാണ് നിന്റെ ചെക്കപ്പ് പറഞ്ഞിരിക്കുന്നത്, അതുകൂടെ നടത്തി പോകാം. ഏട്ടാ, യാദവേട്ടനെ കൂടെ വിളിക്ക്. ഏട്ടനും കുഞ്ഞിൻ്റെ വളർച്ച കാണാലോ. മോളെന്ന് സിസ്റ്റർക്കൊപ്പം പൊക്കോ, ഞാൻ യാദവിനെ കൂട്ടി വരാം. ശരി ഏട്ടാ. യാദവ്, നീ ഓക്കെ അല്ലേ? ആടാ. എന്നാ നീ വാ, കാത്തുവിന് ഇന്നാണ് ചെക്കപ്പ് പറഞ്ഞിരിക്കുന്നത്. നീ വരുന്നുണ്ടോ? ഞാനുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ച എനിക്ക് കാണണം. ഇങ്ങനെയെങ്കിലും, അല്ലാതെ പറ്റില്ലെങ്കിലോ? പൊന്ന മോന്, നീ വേണ്ടാത്ത കാര്യമൊന്നും പറയണ്ട. നീയും കേട്ടതല്ലേ ഡോക്ടർ പറഞ്ഞത്, വിരലിലെണ്ണാവുന്ന ദിവസം എനിക്ക് ആയുസുള്ളൂ. അത് നിന്റെ തോന്നൽ മാത്രമായി യാദവ്. നീ മരണത്തിൻ്റെ അടുത്ത് നിന്ന് ജീവിതത്തിലേക്ക് വരും, ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. എന്താടാ നീ പുച്ഛിച്ച് ചിരിക്കുന്നത്? നിങ്ങൾ പറയുന്നത് കേൾക്കാൻ കൊള്ളാം. നീ വാ, നമുക്ക് കാത്തുവിൻ്റെ അടുത്തേക്ക് പോകാം. യാദവും ശിവയും കാത്തുവിൻ്റെ അടുത്തേക്ക് എത്തിയതും അവളുടെ കൂടെ തന്നെ നിന്നു. ചെക്കപ്പെല്ലാം കഴിഞ്ഞതും അവർ റൂമിലേക്ക് തിരിച്ചെത്തി. ശിവേട്ട, നമുക്കിറങ്ങാം. ഇന്ന് ഡിസ്ചാർജ് കിട്ടി. കാത്തു, നിനക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ? അത് ഞാൻ ഏട്ടനോടല്ലേ ചോദിക്കേണ്ടത്. എനിക്കൊരു പ്രശ്നവുമില്ല, നമുക്കിറങ്ങാം. പിന്നെ അവർ വീട്ടിലേക്ക് എത്തിയതും യാദവ് റൂമിൽ ചടഞ്ഞുകൂടിയിരുന്നു. യാദവേട്ടൻ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്? പുറത്തേക്ക് വാ, നമുക്ക് നടക്കാം. ഞാനില്ല, കാത്തു പോയിക്കോ. പിന്നെ സൂക്ഷിച്ച് നടക്കണം. നന്ദുവിനെ കൂടെ കൂട്ടിക്കോ. യാദവേട്ട, തലവേദനയുണ്ടോ? ഏയ്, പിന്നെന്താ തല താങ്ങിയിരിക്കുന്നത്? കാത്തു പൊക്കോ, ഞാൻ കിടക്കട്ടെ. അവൾ പെട്ടെന്ന് ബെഡിലിരുന്നതും യാദവിന് മടകിലേക്ക് കിടത്തി തലയിലൂടെ കൈയോടിച്ചു. യാദവേട്ട, വേദന കുറവുണ്ടോ? മുടി നന്നായി ഊരി വരുന്നുണ്ടല്ലേ? നാളെ കൂടെ കഴിഞ്ഞാൽ മുടിയൊന്നും ഉണ്ടാകില്ല തലയിൽ. യാദവേട്ട, എൻ്റെ പെണ്ണെ, എന്നെ വിളിച്ച് കരയാതെ മസാജ് ചെയ്തുതാ. യാദവേട്ട, ഈ മുടിയൊക്കെ പോട്ടെ, പോയാൽ പുതിയത് വരും. ആശ്രമത്തിൽ പോയാൽ പിന്നെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും, നമ്മുടെ കുഞ്ഞിനോടൊപ്പം. അവൻ പെട്ടെന്ന് അവളുടെ സാരി വകഞ്ഞു മാറ്റി വയറിൽ ചുണ്ട് ചേർത്തതും അവൾ ഉയർന്നു പൊങ്ങി. എന്നാൽ വയറിന്മേലെ ഒഴുകുന്ന ചൂട് കണ്ണീർ അവളെ പൊള്ളിച്ചു. ഈ സമയം ദേവിൻ്റെ കാറ് വന്ന് നിന്നതും നിച്ചു ദേവിൻ്റെ മുൻപിലേക്ക് പോയി. അവൻ ദേവിനെ ചവിട്ടി വീഴ്ത്തിയതും ദേവിൻ്റെ അമ്മ കാറിൽ നിന്നിറങ്ങി ഓടി വന്നു. അയ്യോ നിച്ചുമോനെ, എൻ്റെ ദേവിനൊന്നും ചെയ്യല്ലേ. തള്ളേ, ഇപ്പം മാറി നിന്ന നിങ്ങൾ. ഇവനുള്ളത് ആദ്യം കൊടുക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്കുള്ളത് ഞാൻ തരാം. മോനെ, ഞങ്ങൾക്ക് മാപ്പുതാ. അറിയില്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ കൂടിയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താവോ ഈ പ്രായശ്ചിത്തം കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ? കാത്തുമോളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? നീ എന്താ ഞങ്ങളെ കളിയാക്കുവാണോ? പന്ന മോനെ, ഞങ്ങളുടെ കുഞ്ഞിനെ എത്ര കരയിപ്പിച്ചെന്നറിയോ നീയും നിന്റെ തള്ളയും കൂടെ. എന്നിട്ട് വീണ്ടും നിനക്ക് ഇട്ടു തരണോ തട്ടിക്കളിക്കാൻ എൻ്റെ പെങ്ങളെ? കാത്തുവിനെയും എൻ്റെ കുഞ്ഞിനെയും എനിക്ക് വേണം. അവരെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരൊക്കെ തടഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോകും. പെട്ടെന്ന് നിച്ചുവിൻ്റെ കൈ ദേവിൻ്റെ മുഖത്ത് പതിഞ്ഞതും അവൻ ദേഷ്യത്തിൽ നിച്ചുവിനെ നോക്കി. പിന്നെ നിച്ചു ദേഷ്യം മൂത്ത് ദേവിൻ്റെ മേൽ തീർത്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ശിവ വന്നതും അവനെ തടഞ്ഞു നിർത്തി. നിച്ചു, നിർത്ത്. ഇവനെ കൊല്ലണം ശിവേട്ട. ഇവനുള്ളത് വൈകാതെ കിട്ടിക്കോളും. എൻ്റെ ഒപ്പം കാത്തുവിനെ വിടണം ശിവ. അവളെ നിനക്കൊപ്പം ഇനി വിടാൻ ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്നോ കരുതിയത്? അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ട്. ആ ബോധം നിനക്ക് ഇപ്പോഴാണ് വന്നത്. അവളെ ഗർഭിണിയായ സമയത്ത് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ആ സമയത്ത് അവളെ നീ ചേർത്ത് പിടിച്ചില്ല, ഇല്ലല്ലോ. പകരം നീ അതിനെ കഷ്ടപ്പെടുത്തി. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു കൊണ്ടുപോവാൻ. നാണമില്ലേ ഞങ്ങളുടെ മുൻപിൽ വന്നിരിക്കാൻ? ആ സമയത്ത് ലച്ചുവായിരുന്നു എൻ്റെ മനസ്സിൽ. അതിന് മാറ്റണ്ട. അവൾ ജയിലിൽ നിന്നിറങ്ങി കൂടെ കൂട്ടിക്കോ. എനിക്ക് കാത്തുവിനെ കാണണം.
നടക്കില്ല, നീ പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഇനിയും നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടും. എനിക്ക് കാണണം, അല്ലാതെ ഞാൻ പോവില്ല. നിച്ചു, അവൻ കാണട്ടെ കാത്തുവിനെ, അവൾ ആട്ടിവിടുന്നത് നമുക്ക് കാണാം. നന്ദുമോളെ. എന്താ ഏട്ടാ? കാത്തു എവിടെയാ? ചേച്ചി യാദവേട്ടൻ്റെ റൂമിലുണ്ട്. ദേവി യാദവിൻ്റെ റൂമിലെത്തിയതും കാത്തുവിൻ്റെ മടിയിൽ കിടക്കുന്ന യാദവിനെ കണ്ട് ദേഷ്യത്തിൽ വിറച്ചു നിന്നു. കാത്തു, നിങ്ങളെന്താ ഇവിടെ? നിന്നെ കൊണ്ട് പോവാൻ വന്നതാ ഞാൻ. എന്നെ കൊണ്ട് പോവാനോ? അതിന് ഞാൻ നിങ്ങളുടെ ആരാ? കാത്തു, ഞാൻ ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന്. നിച്ചുവേട്ട, ഇയാളോട് പോവാൻ പറ. കാത്തു, നിനക്ക് നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനെ വേണ്ടേ? അതോ തന്തയില്ലാതെ കുഞ്ഞിനെ പ്രസവിക്കാനാണോ നിന്റെ തീരുമാനം? എൻ്റെ കുഞ്ഞിന് തന്തയില്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ദാ ഈ ഇരിക്കുന്ന മനുഷ്യനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ. യാദവ് കാത്തുവിനെ നോക്കി ചിരിച്ചതും അവളുടെ ചുണ്ടിലും ചിരി വിരിഞ്ഞു. കാത്തു, എന്നോട് ക്ഷമിച്ച് എൻ്റെ കൂടെ വന്നൂടെ നിനക്ക്? ഇനി എൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടാവില്ല. എന്നാൽ ഞാൻ വരാം. പെട്ടെന്ന് കാത്തു പറഞ്ഞതും നിച്ചുവും ശിവയും നന്ദുവും ഞെട്ടി. എന്നാൽ യാദവ് മാത്രം അപ്പോഴും ചിരിയോടെ ഇരുന്നു. കാത്തു, നീ സത്യമാണ് മോളെ പറഞ്ഞത്? നീ ഞങ്ങൾക്കൊപ്പം വരുമോ? വരാം, പക്ഷേ എൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തും യാദവേട്ടൻ്റെ പേരിൽ ഞാൻ ആക്കിയതിന് ശേഷം. അത് പറ്റില്ല. നിന്റെ സ്വത്ത് എന്തിനാ അവന് കൊടുക്കുന്നത്? നിന്റെ സ്വത്തെല്ലാം എൻ്റെ ദേവമോനുള്ളതല്ലേ? നിനക്ക് ഇവൻ്റെ ഭാര്യയായി തുടരണമെങ്കിൽ നിന്റെ പേരുള്ള സ്വത്തെല്ലാം ഇവനെ എഴുതി കൊടുക്കണം. നിന്റെ സ്വത്ത് കണ്ടിട്ടാ ഞാനും എൻ്റെ മോനും ഇങ്ങോട്ട് വന്നത്. ഇത്ര അറിഞ്ഞാൽ മതി എനിക്ക്. ഈ ഉത്തരം കിട്ടാനും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് തന്നെ. എന്നെയല്ല നിങ്ങൾക്ക് ആവശ്യം, പണം മാത്രമാണ്. ഇനി നിങ്ങൾക്ക് പോവാം. ഞാൻ ആർക്കും ഒപ്പം വരുന്നില്ല. ഇറങ്ങിപ്പോയിനി. എൻ്റെ പേരും പറഞ്ഞ് ഈ പടി ചവിട്ടരുത്. ദേവി ദേഷ്യത്തിൽ അമ്മയെ നോക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കാത്തു, നിനക്ക് ധൈര്യമൊക്കെ വന്നോ? എനിക്ക് ജീവിക്കണം ഏട്ടാ, എൻ്റെ യാദവേട്ടൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ഒപ്പം. യാദവ്, നീ ഓക്കെ അല്ലേ? ചെറുതായി കണ്ണടഞ്ഞു പോകുന്നുണ്ട്. നീ കിടന്നോ? നന്ദു, നിച്ചു, പുറത്തേക്ക് വാ. അവർ പുറത്തേക്ക് ഇറങ്ങിയതും യാദവ് കിടന്നു. അവനൊപ്പം കാത്തുവും. കാത്തുവിനെ അവൻ ചേർത്ത് പിടിച്ചതും അവൻ്റെ ഒരു കൈ അവളുടെ വയറിനെയും ചേർത്ത് പിടിച്ചു. ഈ സമയം ദേവ് യാദവിനെ ഇല്ലാതാക്കാനുള്ള വഴി ആലോചിച്ച് വീട് ലക്ഷ്യം വെച്ച് നീങ്ങി. കാത്തു ചേച്ചി, എഴുന്നേൽക്ക്. എന്താ മോളെ, എന്തു പറ്റി? ചേച്ചി, ആരോ പുറത്ത് വന്ന് നിൽക്കുന്ന ചേച്ചിയെ കാണാൻ വന്നതാണെന്നാ പറഞ്ഞത്. എന്നെ കാണാനോ? ചേച്ചി, ഏട്ടനെ ഉണർത്താതെ വായോ. ആ അങ്കിൽ പുറത്ത് നിൽക്കുക. മോൾ ആരാണെന്ന് ചോദിച്ചില്ലേ? ഇല്ല. ചേച്ചി വാ, അപ്പോൾ അറിയാലോ. കാത്തു യാദവിനെ നോക്കി പുറത്തേക്ക് വന്നതും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. അച്ഛാ. മോളെ, സുഖാണോ എൻ്റെ കുട്ടിക്ക്? സുഖമായിരിക്കുന്നു അച്ഛാ. അച്ഛനോ? സുഖം. മോളുടെ കാര്യങ്ങളെല്ലാം ശിവൻമോൻ പറഞ്ഞറിഞ്ഞു. ഇന്ന് അമ്മയും ദേവേട്ടനും വന്നിരുന്നു. അവരുടെ കാര്യങ്ങൾ എനിക്കറിയേണ്ട മോളെ. ഞാൻ അവർക്കൊപ്പം അല്ല ഇപ്പോൾ താമസം. പിന്നെ മോൾ അറിഞ്ഞില്ലേ കമ്പനിയെല്ലാം പൂട്ടിയത്? അറിഞ്ഞു അച്ഛാ. അച്ഛനത് വിഷമമായോ? എനിക്കോ? എന്തിന്? എല്ലാം പോയിട്ട് രണ്ടും പഠിച്ചിട്ടില്ല. ഇപ്പോഴും പണത്തിന് പുറകെ ഓട്ടം. അച്ഛനകത്തേക്ക് വാ. എൻ്റെ യാദവേട്ടനെ കാണണ്ടേ അച്ഛന്? അതെ, ഞാൻ മാത്രമല്ല വന്നിരിക്കുന്നത്, വേറൊരാളും മോളെ കാണാൻ വന്നിട്ടുണ്ട്. ആരാ അച്ഛാ അത്? മോളൊന്ന് ഓർത്തു നോക്ക്. ആരാവും അത്? ഭാനുഅമ്മയാണോ? പെട്ടെന്ന് ഡോറ് തുറന്ന് ഭാനുഅമ്മ ഇറങ്ങിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, ഇപ്പം സന്തോഷിക്കേണ്ട സമയത്ത് കരയ ചെയ്യുന്നത് നീ? ഇനി അമ്മനെ വിട്ട് പോണ്ട. ഇല്ല, പോകുന്നില്ല. പോരേ? ആരൊക്കെയാ ഇത്? യാദവ് മോനെ, ഇപ്പം എങ്ങനെയുണ്ട്? ശിവ പറഞ്ഞില്ലേ എല്ലാം? എന്നാ ഇനി ആശ്രമത്തിലേക്ക് പോകുന്നത്? നാളെ പോകും. അങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചിരിക്കുന്നേ ഇപ്പോൾ തന്നെ. കാത്തുമോൾ പോകുന്നുണ്ടോ? ഞാനും പോകുന്നുണ്ട് അച്ഛാ. അത് വേണോ മോളെ? അവിടെ പറ്റുമോ മോൾക്ക്? എൻ്റെ യാദവേട്ടൻ ഉള്ളോടത്ത് ഞാനും ഉണ്ടാകും. അങ്കിൾ, ഞാൻ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. പിന്നെ കാത്തുവിൻ്റെ കാര്യവും സോമിയോട് പറഞ്ഞിരുന്നു. ഡേറ്റ് എടുക്കുന്നത് വരെ അവിടെ നിൽക്കാമെന്നാ പറഞ്ഞത്. അവിടെ ഇവർക്ക് കൂട്ടിനാരാ ഉള്ളത്? ഞാനുണ്ടാകും ഇവർക്കൊപ്പം. നന്ദുവിനെയും ഭാനുമ്മയെയും മഹിയച്ഛൻ്റെയും അടുത്ത് നിർത്താം. പിന്നെയും അവർ ഓരോന്ന് പറഞ്ഞിരുന്ന് രാത്രിയായതും അച്ഛൻ യാത്ര പറഞ്ഞിറങ്ങി. കാത്തുമോളെ, വേണ്ടതെല്ലാം പാക്കാക്കിക്കോ. ശരി ശിവേട്ടാ. നന്ദു, എന്താ മിണ്ടാതിരിക്കുന്നത്? ഞാനും വന്നോട്ടെ ഏട്ടാ. ഏട്ടനും ചേച്ചിയും ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഏട്ടൻ തിരിച്ചു വരുമോ എന്ന് പോലും അറിയില്ല മോളെ. മരണം അടുത്തോണ്ടിരിക്കുക ഏട്ടനിലേക്ക്. ഏട്ടനില്ലെങ്കിലും കാത്തുവിനെ നോക്കണം. അതുപോലെ നീ നന്നായി പഠിക്കണം. കാത്തുവിന് താങ്ങായി നിൽക്കേണ്ടത് നീയാ. മനസ്സിലായോ? എൻ്റെ ഏട്ടനൊന്നും പറ്റില്ല. എനിക്കുറപ്പാ ഏട്ടൻ ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്ന്. യാദവ് നന്ദുവിനെ ചേർത്ത് പിടിച്ചതും അവൾ കരച്ചിലടക്കി പിടിച്ച് അവനിലേക്ക് ചേർന്നിരുന്നു. ശിവ. യാദവ്, നീ കിടന്നില്ലേ?
ഉറക്കം വരുന്നില്ല. ഇനി ചിലപ്പോൾ നിങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് നിങ്ങൾക്കൊപ്പം ഇരിക്കാനൊരു കൊതി. വേണ്ടതൊന്നും പറയാൻ നിൽക്കണ്ട യാദവേട്ട. ഞാൻ കാര്യമായി പറഞ്ഞതാ നിച്ചു. ഡോക്ടർ വരെ എന്നെ കൈവിട്ടു. ഇനി ആശ്രമത്തിൽ പോയാലും അത് തന്നെയാവും സ്ഥിതി. ശിവ യാദവിനെ നോക്കിയിരുന്നു. അവൻ്റെ മടിയിലേക്ക് കിടന്നതും യാദവ് ചിരിച്ച്, ശിവ നീ കരയാണോ? പറ്റുന്നില്ല യാദവ് നിന്നെ ഇങ്ങനെ കാണാൻ. ഞാനില്ലെങ്കിൽ നീയാ എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത്. നിന്നെ എല്ലാം ഏൽപ്പിച്ച ഞാൻ പോകുന്നത്. അതുകൊണ്ട് നീ വേണം എല്ലാം നോക്കി നടത്താൻ. നീ മിണ്ടാതെ പോയി കിടക്കാൻ നോക്ക്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കിടക്കാം. നിച്ചു നീ അകത്ത് പാവിരിക്ക്. നിച്ചു നിലത്ത് പായ വിരിച്ച് എല്ലാം സെറ്റാക്കിയതും യാദവിൻ്റെ അപ്പുറവും ഇപ്പുറവുമായി ശിവയും നിച്ചുവും കിടന്നു. ഈ സമയം നന്ദു കാത്തുവിനെ കെട്ടിപ്പിടിച്ചുറക്കത്തിലേക്ക് വീണു. രാവിലെ ശിവെല്ലാം പാക്കാക്കി കാറിലേക്ക് വെച്ചതും യാദവിനെ നോക്കി എല്ലാവരോടും യാത്ര പറഞ്ഞ് യാദവും കാത്തുവും നിച്ചുവും കയറിയതും ശിവ കാറെടുത്തു. നന്ദു അവർ പോകുന്നത് നോക്കി കരഞ്ഞ് ഭാനു അമ്മയിലേക്ക് ചാഞ്ഞു. ഈ സമയം കാറ് മെയിൻ റോഡിൽ കയറി സ്പീഡ് കൂടി പെട്ടെന്ന് മുൻപിലേക്ക് ലോറി പാഞ്ഞു വന്നതും കാർ ലോറിയിലേക്ക് ശക്തിയിൽ ഇടിച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അവർ തെറിച്ചു വീണതും മറ്റൊരു ലോറി അവൻ്റെ മേത്തുകൂടെ കയറിയിറങ്ങി. ദേവിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും കാർത്തുവിനെ അവൻ കണ്ടു. വേദനയിലും അവൻ അവളെ നോക്കി കൈകൂപ്പി. ആൻറ്റി, ദേവ് വിളിച്ചോ? ഇല്ല ലച്ചു, വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തായാലും അവൾ അവൻ്റെ കൂടെ വരില്ല, ആ കാര്യത്തിൽ ഉറപ്പാ. അവൾ ഇങ്ങോട്ടാ പോകണമെന്ന് അറിഞ്ഞിട്ടാ അവൻ കാറുമെടുത്ത് പാഞ്ഞു പോയത്. ദേവിന് ഇനിയും എന്തിനാ അവളെ? ഞാനില്ലേ അവന്. നിന്നെ ജയിലിൽ നിന്ന് ഞാൻ ഇറക്കിയെന്നറിയുമ്പോൾ ഉണ്ടാവും ഒരു പുകില്. ദേവിനെ എൻ്റെ വരുതിയിലേക്ക് ഞാൻ കൊണ്ടുവരും. അതുപോലെ ആ കാത്തുവിനെയും യാദവിനെയും ഞാൻ ഇല്ലാതാക്കും. അവർ കാരണമാ ഇത്രനാൾ ഞാൻ ജയിലിൽ കിടന്നത്. നിന്നെ ഇറക്കാൻ ഞാൻ കുറേ പൈസ കളഞ്ഞു, അത് ഓർമ്മ വേണം. അതിൻ്റെ ഇരട്ടിയാക്കി ഞാൻ തരും, പോരെ? അത് മതി. ആൻറ്റി ഒന്നുകൂടെ ദേവിനെ വിളിച്ചു നോക്ക്. ശരി ശരി. യാദവേട്ട. കാത്തു, കരയാതെ പെണ്ണെ. അയാൾ മരിച്ചു കാണുമോ? യാദവ്. ശിവ, എന്തായി? മരിച്ചിട്ടില്ല, ചെറിയ മിടിപ്പുണ്ട്. എന്നാലും എങ്ങനെയാടാ നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലത്ത് വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ? അതാ പറയുന്നത്, ദൈവമെല്ലാം കാണുന്നുണ്ടെന്ന്. അവൻ ചെയ്തതിന് ഇങ്ങനെയൊക്കെയല്ലേ കിട്ടുക. ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെയാ അവൻ പിച്ച് ചീന്തിയത്. പിന്നെ നന്ദു വിളിച്ചിരുന്നു, ദേവ് നമ്മൾ ഇറങ്ങിയപ്പോൾ അവിടേക്ക് ചെന്നിരുന്നു എന്ന് പറഞ്ഞ്. നമുക്ക് പോവാൻ ശിവേട്ട, എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നു. കാത്തു, കൂടുതൽ ടെൻഷൻ അടിക്കരുത്. അറിയാലോ നിൻ്റെ അവസ്ഥ. പിന്നെ ആ നാറിയെ ഓർത്ത് മോള് വിഷമിക്കേണ്ട. നിന്റെ കണ്ണീരിനുള്ള ശിക്ഷയാ അവനിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ കാറിൽ കയറി, ഇനി ഇവിടെ നിൽക്കണ്ട. പിന്നെയും അവർ യാത്ര ആരംഭിച്ചു. ലച്ചു, മോളെ ലച്ചു. എന്താ ആൻറ്റി? മോളെ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. ദേവിന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞ്. ദേവേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ ആൻറ്റി? അറിയില്ല മോളെ, അങ്ങോട്ട് എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ആൻറ്റി വാ, നമുക്ക് പോവാം. യാദവ്, കാർത്തു, എഴുന്നേൽക്ക്. എത്തിയോ ശിവ? ആ, ഇതാ ആശ്രമം. എങ്ങനെയുണ്ട് പരിസരം? നല്ല അന്തരീക്ഷം. കാർത്തുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. വാ, ഞാൻ അപ്പോഴേക്കും സ്വാമിയെ കാണട്ടെ. നിച്ചു, നീ സാധനങ്ങളൊക്കെ ഇറക്കിക്കോ. കാർത്തു, എഴുന്നേൽക്ക്. എത്തിയോ ഏട്ടാ? എത്തി. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല ഏട്ടാ. വാവേ, നിനക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ? കുഞ്ഞ് ചവിട്ടാൻ തുടങ്ങിയതും യാദവ് അവളുടെ വയറിൽ കൂടി ചുണ്ടി ചേർത്തു. യാദവ്, വാ. കാർത്തുവും യാദവും ഇറങ്ങിയതും ചുറ്റും നോക്കി. സ്വാമി, ഇതാ ആള്. പിന്നെ ഇത് കാർത്തികയല്ലേ? അതെ സ്വാമി. സന്തോഷവതിയായിരിക്കണം, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. യാദവിനെ ആരോഗ്യവനാക്കി ഞാൻ തരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ദാ കാണുന്ന റൂമിലേക്ക് പോയിക്കോളൂ. യാദവും കാർത്തുവും ഒഴിച്ച് ഒരാളല്ലേ നിൽക്കുന്നുള്ളൂ. അതെ, പക്ഷേ ഞാൻ ഇടയ്ക്ക് വരും. എന്നാൽ യാദവും ഇയാളും ആ റൂമിൽ കഴിഞ്ഞോളൂ. മോൾ അതിൻ്റെ അപ്പുറത്തുള്ളതിലും. കാത്തു, ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ല, കൂട്ടിന് തത്തയുമുണ്ട്. തത്ത? അതാരാ? തത്തേ? ഞാനിവിടെയുണ്ട് സ്വാമി. ദാ ഇതാണ് ആള്. മോളെ, കാർത്തുവിനെ കൊണ്ട് റൂമിൽ പോ. പിന്നെ എപ്പോഴും കാർത്തുവിൻ്റെ കൂടെ ഉണ്ടാവണം. ശരി സ്വാമി. കാത്തു എല്ലാവരെയും നോക്കി തത്തയ്ക്കൊപ്പം പോയതും സ്വാമി യാദവിനെ നോക്കി. സ്വാമി, എൻ്റെ കൂടെ അവളെ നിർത്തായിരുന്നില്ലേ? മരുന്നുകളുടെ മണമൊന്നും ആ കുട്ടിക്ക് പിടിച്ചു എന്ന് വരില്ല. പിന്നെ രാത്രി ചികിത്സയും ഉണ്ടാകും. അപ്പോൾ ഉറക്കുണർന്നിരുന്ന ആ കുട്ടിക്ക് ദോഷമായി വരും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി സ്വാമി. എന്നാൽ നിങ്ങൾ വിശ്രമിച്ചോളൂ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. യാദവ്.
ശിവ ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു ഉണർവ് പോലെ. എല്ലാം ശരിയാവൂടാ, നീ പഴയതുപോലെ ആവുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പിന്നെ അവർ കുറച്ചു നേരം സംസാരിച്ചിരുന്ന് ശിവ യാത്ര പറഞ്ഞിറങ്ങി. യാദവിൻ്റെ ചികിത്സ ആരംഭിച്ചതു മുതൽ നിച്ചു അവിടെ കൂടെ തന്നെ നിന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ശ്രദ്ധ കാത്തുവിൻ്റെ ഒപ്പം നിൽക്കുന്ന വായാടി തത്തയിലേക്ക് എത്തി നിന്നു. ഈ സമയം ഐസുവിൻ്റെ മുൻപിൽ ലച്ചുവും ദേവിൻ്റെ അമ്മയും ആദിയോടെ ഇരുന്നു. പെട്ടെന്ന് ഡോക്ടർ പുറത്തു വന്നതും അയാളുടെ അടുത്തേക്ക് നടന്നു. ഡോക്ടർ, എൻ്റെ മോൻ കൃത്യസമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് ആളുടെ ജീവന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആളുടെ വലത്തേക്കാലം മുറിച്ചു മാറ്റേണ്ടി വന്നു. ഡോക്ടർ പറഞ്ഞു നിർത്തിയതും ലച്ചുവും ദേവിൻ്റെ അമ്മയും ഞെട്ടി നിന്നു.